തനിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് അധിക്ഷേപ പരാമർശം നടത്തിയതിന് പിന്നാലെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിക്കരഞ്ഞ് കായംകുളത്തെ LDFന്റെ സ്ഥാനാർത്ഥി യു പ്രതിഭ. ഒരു സ്ത്രീയോട് പോലും ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞാണ് വൈകാരികമായി പ്രതിഭ പ്രതികരിച്ചത്. നിയമ നടപടി സ്വീകരിക്കാനാണ് പ്രതിഭയുടെ തീരുമാനം. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി M ലിജു ഖേദം പ്രകടിപ്പിച്ചു. വീണ്ടും അവരുടെ നാക്ക് ചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദാണ് വിവാദ പരാമർശം നടത്തിയത്. ഇതിനോട് പ്രതികരിക്കാനായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ യു പ്രതിഭ പൊട്ടിക്കരഞ്ഞു. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. മാപ്പ് കൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്നും പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും യു പ്രതിഭ പ്രതികരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേവലമായൊരു മാപ്പ് പറച്ചിലിൽ തീരില്ല. ഇതിന്റെ ഒരു കറ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു കറ ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല. പരാമർശം വലിയ ചർച്ചയായതോടെ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു. തന്റെ വാചകങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചുവെന്ന ന്യായീകരണവും ഇർഷാദ് നടത്തി. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആ രീതിയിലൊരു അർത്ഥം അതിന് വന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. വിവാദ പരാമർശത്തെ പൂർണ്ണമായും M ലിജു തള്ളിക്കളഞ്ഞു. അതൊരു തെറ്റായ പരാമർശമാണ്. ഒരർത്ഥത്തിലും ബോഡി ഷെയ്മിങ്ങോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയധിഷ്ഠിത പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും M ലിജുവോ UDFോ അംഗീകരിക്കില്ല. ലീഗ് നേതാവിന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധവും അപമാനകരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ ചർച്ചയാക്കാനാണ് LDFന്റെ നീക്കം. മീഡിയ 1 ആലപ്പുഴ.